നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനത്തണ്ട് ചേനയുടെ ഇല കൊണ്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ ആദ്യം വല്യുള്ളി പച്ചമുളകും ഇട്ട് വഴറ്റുക. സൈഡിൽ ദോശ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാടിയ മതി. അപ്പോൾ നമ്മുടെ ഈ വല്യുള്ളി ഇതാ ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേനത്തണ്ട് കണ്ടോ, ചേനത്തണ്ടാണിത്. ഇതിലേക്കിടാം. അതിനെ ഇളക്കി കൊടുത്ത് അടച്ചിട്ട് വേവിക്കാം. അടച്ചു വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് കേട്ടോ. ഇല കൂടി കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലയ്ക്ക് അത്ര വേവുണ്ടാവില്ലല്ലോ, തണ്ടിന് കുറച്ച് വേവുണ്ടാവും. അപ്പോൾ ഒരു അടച്ചേക്ക് വേവിക്കുമ്പോൾ നമ്മൾ ആദ്യം തണ്ടിന് അടച്ചു വയ്ക്കുക. തണ്ടിട്ട് അടച്ചു വെക്കത് നീര് വേവട്ടെ. അടച്ചു വെക്കാം. ഒന്ന് വേവട്ടെ. ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇലയിട്ട് കൊടുക്കുക കേട്ടോ. അതിനെ കൂട്ടി ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ഇളക്കുന്നതിന് മുമ്പ് ഇതായിരുന്നു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കൂടി ഉപ്പായ ഇലയിലേക്കുള്ള ഉപ്പ്, അതുപോലെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, ഇതെല്ലാം കൂട്ടി ഇളക്കി നമുക്ക് അടച്ചിട്ട് വേവിക്കാം. നന്നായി ഇളക്കി റെഡിയാക്കി അതിനെ നമ്മൾ വീണ്ടും അടച്ചിട്ട് വേവിക്കാം. തിരക്ക് പിടിച്ച പണിയിലാണ്. ഇത് ദോശ ചൂടാണ് ഇവിടെ. അതിൻ്റെ ഇടയിലുള്ള പരിപാടി. നല്ല മഴ, നല്ല ഇരുട്ടാണ്. അപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ 2-3 തവണയൊക്കെ ഇളക്കി ഉപ്പേരി വന്നിട്ടുണ്ട്. കർക്കിടക മാസം ആയതുകൊണ്ട് എല്ലാവരും ഇടയ്ക്കൊക്കെ എല്ലാ ഇലകളും ഇങ്ങനെയുള്ള ഉപ്പേരി വെച്ച് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്, ഏറ്റവും നല്ലതാണ്. നല്ല ടേസ്റ്റാണ് ഉപ്പേരി കഴിക്കാൻ. ഉപ്പേരിയൊക്കെ റെഡിയായി.